ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു തിമ്മോസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നല്ല പോപ്പുലർ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ തൈര് വട ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ഉഴുന്ന് നന്നായിട്ട് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ഉഴുന്നാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം മുഴുവനായിട്ട് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് തീരെ നമ്മൾ അടിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ടീസ്പൂൺ വീതം നമുക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. പക്ഷേ കൂടുതലായി പോകരുത്. വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് വട ആയി കിട്ടില്ല. സോ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി. സോ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഡയറക്ഷനിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റോളം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സോ ഇപ്പം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം, കരിവേപ്പില 2 ഇല്ലി, മല്ലിച്ചപ്പ് കുറച്ച്, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇനി ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. സാധാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തേങ്ങ ഒന്ന് ചെറുതാക്കി മുറിച്ചിടുന്നതാവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഇത് ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായി കൈകൊണ്ട് ഇട്ട് കൊടുക്കാം. സോ ഇപ്പം നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഇപ്പോൾ നമ്മുടെ ഈ വടയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പൊരിച്ച് വെച്ച ഈ വട നല്ല ചൂടാക്കി വെച്ച വെള്ളമാണ് ഇത്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ വട നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്കായി 5 മിനിറ്റ് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് പതുക്കെ പതുക്കെ നമുക്കൊന്ന് വെള്ളം പീച്ചിട്ട് നമുക്ക് ബൗളിലേക്ക് വെക്കാം.
ഇപ്പോൾ നമ്മളെല്ലാ വടയും ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് നമ്മളെ പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് ഒരു 2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകും അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂണും ദാല് 1.5 ടേബിൾ സ്പൂണും ഇതൊന്ന് ഇളക്കുക. ദാല് എന്ന് പറയുന്നത് ഞാൻ ഉഴുന്നിൻ്റെ പരിപ്പിനാണ് പറഞ്ഞത്. ഇനി നമുക്ക് കരിവേപ്പില 2-3 ഇല്ലയോ ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉണക്കിയ മുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇതൊരു 2 ഉണ്ടാവും. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ തൈര് ഇവിടെ നല്ലവണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ തൈരൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഇതിന് മേലെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സോ ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സോ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷും കൂടെയാണ് ഈ തൈര് വട. അതുപോലെ തന്നെ എല്ലാവരും എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ടും ചെയ്യണേ പ്ലീസ്. സോറി, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ തൈര് വട നമുക്ക് 2 മണിക്കൂറോളം റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ തൈര് വട നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മുടെ വട നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.